നമുക്ക് വാതകങ്ങളെക്കുറിച്ച് സംസാരിക്കാം. അതിലും പ്രധാനം, നമുക്ക് കാണാൻ പോലും പറ്റാത്ത ഈ കണികകളെ നമ്മൾ എങ്ങനെ എണ്ണും? വലിയ ബലൂണുകൾ എങ്ങനെയാണ് പറക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്താണിതിനു പിന്നിലെ രഹസ്യം? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. വാതകങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കാൻ ഈ 4 കാര്യങ്ങൾ നോക്കാം. ആദ്യം തന്നെ വോള്യം, അതായത് ഒരു വാതകം ഇരിക്കാൻ എടുക്കുന്ന സ്ഥലം. ഏത് പാത്രത്തിലാണോ അത് മുഴുവൻ നിറയും. അടുത്തത് പ്രഷർ, അതായത് വാതകത്തിലെ ചെറിയ കണികകൾ പാത്രത്തിന്റെ ഭിത്തികളിൽ പോയി ഇടിക്കുന്ന ഒരു തള്ള്. പിന്നെ ടെമ്പറേച്ചർ, ചൂട് കൂടുമ്പോൾ ഈ കണികകൾ കൂടുതൽ വേഗത്തിൽ ചലിക്കാൻ തുടങ്ങും. അപ്പോൾ പ്രധാന കാര്യം എന്താന്ന് വെച്ചാൽ, വാതകങ്ങൾ ദ്രാവകങ്ങളിൽ നിന്നും ഖരപദാർത്ഥങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. കണികകൾക്ക് നല്ല ഊർജ്ജമുണ്ട്, അവ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നു. രസം എന്താന്ന് വെച്ചാ, ഈ പ്രഷറും വോള്യൂമും ഒക്കെ ചില നിയമങ്ങൾ വെച്ച് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതിലൊന്ന് നോക്കിയാലോ? ബോയിൽ നിയമം പറയുന്നത് ഇത്രയുള്ളൂ: ഒരു വാതകത്തില് മർദ്ദം കൂട്ടുമ്പോൾ അതിന്റെ വ്യാപ്തം കുറയും. സിമ്പിൾ. ഈ കണക്കുകൾ നോക്കൂ. പ്രഷർ കൂടുമ്പോൾ വോള്യം കുറയുന്നു, പക്ഷേ ഇവ തമ്മിൽ ഗുണിച്ചാൽ ഉത്തരം എപ്പോഴും ഒന്നായിരിക്കും. ഇതിൽ നിന്നാണ് നമുക്ക് P1V1 = P2V2 എന്ന ഫോർമുല കിട്ടുന്നത്. ഇത് വെച്ച് മാറ്റങ്ങൾ പ്രവചിക്കാൻ എളുപ്പമാണ്. അതുപോലെയാണ് ചാൾസ് നിയമവും. ഒരു വാതകം ചൂടാക്കിയാൽ അത് വികസിക്കും, വെയിലപ്പ് വെച്ച ബലൂൺ പോലെ. ഈ നിയമങ്ങളൊക്കെ കൊള്ളാം, പക്ഷേ ഒരു രാസപ്രവർത്തനത്തിന് എത്ര കണികകൾ വേണമെന്ന് എങ്ങനെ അറിയും? അതെങ്ങനെ എണ്ണും? അതിനുവേണ്ടി ശാസ്ത്രജ്ഞർ ഒരു വലിയ സംഖ്യ ഉണ്ടാക്കി. ആറ്റങ്ങളെയും തന്മാത്രകളെയും എണ്ണാനുള്ള ഒരു മാന്ത്രിക സംഖ്യ. അതാണ് അവഗാഡ്രോ നമ്പർ. ഇത്രയും കണികകളെയാണ് നമ്മൾ ഒരു മോൾ എന്ന് വിളിക്കുന്നത്. ഒരു ഡസൻ പോലെ, പക്ഷേ ഒരുപാട് വലുത്. മോളിന്റെ ഏറ്റവും വലിയ ഗുണമെന്തെന്നാൽ, ഈ വലിയ സംഖ്യയെ നമുക്ക് തൂക്കി നോക്കാൻ പറ്റുന്ന ഒരു പിണ്ഡവുമായി ഇത് ബന്ധിപ്പിക്കുന്നു. അപ്പോ ഇത് വെച്ച് എങ്ങനെയാ മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത്? വളരെ എളുപ്പമാണ്. 2 സ്റ്റെപ്പുകൾ. ഉദാഹരണത്തിന് 88 ഗ്രാം കാർബൺ ഡയോക്സൈഡ് എടുത്താൽ അതിൽ കൃത്യമായി 2 മോളുണ്ടാകും. അപ്പോ എന്തിനാ നമ്മൾ ഈ മോളൊക്കെ എണ്ണുന്നത്? കാരണം രാസപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനുള്ള താക്കോലിതാണ്. നമ്മൾ പാചകത്തിനുപയോഗിക്കുന്ന ഗ്യാസിലെ മീഥേൻ കത്തുന്നത് നോക്കാം. ഈ രാസസമവാക്യം മോളുകളുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. അതായത്, ഒരു മോൾ മീഥേൻ കത്തുമ്പോൾ 1 മോൾ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നു. 16 ഗ്രാം കത്തിച്ചാൽ 44 ഗ്രാം. ഒന്നാലോചിച്ചു നോക്കൂ, 16 ഗ്രാം ഇന്ധനം കത്തിച്ചാൽ 44 ഗ്രാം CO2 ഉണ്ടാകുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഭൂമിയെ എങ്ങനെയാവും ബാധിക്കുക?